പുതിയ 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 വീഡിയോ ഇട്ടാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഡ്രെയിനിലേക്ക് അതെ ഇന്ന് നമ്മൾ വെള്ളത്തിലോട്ട് നമ്മുടെ ഫോണാടെ തറ വീണിട്ട് നമ്മൾ ഇനിയിപ്പോ ഇത് മൊത്തം ഡ്രെയിൻ ചെയ്തെടുക്കാൻ പോകുന്നു ഡ്രെയിൻ ചെയ്ത് അല്ലടാ ഇപ്പൊ നമ്മൾ ഡ്രെയിൻ ദ ലേക്ക് എന്ന് പറയുന്ന ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മൾ ഏടനെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനല് ഞാൻ വീഡിയോസ് ഒക്കെ ഇടണം കേസ്, പക്ഷെ എനിക്ക് റെക്കോർഡ് ചെയ്യുന്നതിൽ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരുന്നതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് റെക്കോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഏടൻ കളിക്കുന്ന ഒരു സെറ്റ് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ രണ്ടുപേരോട് കോൾ ചെയ്ത് കളിക്കുമ്പോൾ എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ആപ്പ് യൂസ് ചെയ്താണ് എടുക്കുന്നത്. എൻ്റെ ഫോണിൽ അങ്ങനത്തെ ഒരു അല്ലാതെ തന്നെ സ്ക്രീൻ റെക്കോർഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വരുന്നില്ല. അത് സീനാണ്. അതെ സോ അതുകൊണ്ടാണ് റിഗേത ചാനൽ ഉടനെ എന്തായാലും വരുന്നതായിരിക്കും വീഡിയോ. നിങ്ങൾ വെയിറ്റ് ചെയ്ത് വെക്കോ. എന്തായാലും ഈ മാസത്തിൽ വരുന്നതായിരിക്കും അല്ലേടാ? ഈ മാസത്തിൽ എന്തായാലും ഇറക്കാൻ നോക്കും. കുറച്ച് നാളായി എന്തായാലും. അപ്പൊ പിന്നെ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് പിന്നെയും സമയം കിട്ടാറില്ല. അപ്പൊ എന്താ നമ്മുടെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്, വേഗം തന്നെ എല്ലാം ലാസ്റ്റിലത്തെ ഡേ പരീക്ഷയുടെ നിങ്ങൾക്ക് പഠിച്ച് ചിലർക്ക് ഇപ്പൊ പഠിച്ചു തുടങ്ങി കാണും അല്ലേ? ഓക്കെ, ഇന്ന് നമ്മള് ഇങ്ങനെ റിഗേനോടൊക്കെ കളിക്കാൻ കേസ്. ഇന്ന് നമ്മൾ ശരിക്കും 4 പേര് ഉണ്ടാവേണ്ടിയായിരുന്നു. ഇവന്റെ അനിയന്റെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഇപ്പൊ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് വെച്ചോട്ടോ. അതേ നമ്മള് പരീക്ഷയൊക്കെ ഉണ്ട് സുജി വീഡിയോ ഇട്ടാൽ ലേറ്റ് ആയിട്ടൊക്കെ ആവുന്നത്. അതേപോലെ ഇപ്പൊ 6ാം ക്ലാസ്സിലല്ലേ, ഇപ്പൊ ക്ലാസ് ടെസ്റ്റ് ഒക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് അതിന് പഠിക്കണം, എല്ലാം ബിസി. അതേ നിങ്ങൾ സ്റ്റുഡൻ്റ് ആയി നിങ്ങൾക്ക് അതിൻ്റെ അറിയാം. ഇതിപ്പോൾ ഏതിലെട്ടിലൊക്കെ ആകുമ്പോൾ എന്തായാലും വീട് പെട്ടെന്ന് വീടാൻ പറ്റാത്ത അവസ്ഥ ആവത്തില്ല. ഏതിൽ കെട്ടിലേക്ക് പഠിക്കാൻ ഇഷ്ടം. വീഡിയോ കാണുന്നവർ പലവരും ഉണ്ട്. ഒത്തിരി വളർന്ന ആൾക്കാരും ഉണ്ട്, എനിക്ക് ചെറിയ പിള്ളേരും ഉണ്ട്. അതെ ഇപ്പൊ എന്ന് പറയുമ്പോ 10-15 അതല്ല 10-15 വയസ്സൊക്കെ ഉള്ള പിള്ളേർക്കൊക്കെയാണ് മനസ്സിലാവും. കാരണം അവരൊക്കെ എന്ന് പറയുമ്പോ 7ലും 8ലും ഒക്കെയാണ് പഠിക്കുന്നത്. അവർക്കൊക്കെ മനസ്സിലാവും അമ്മാതിരിയാണ് ഇപ്പൊ പഠിക്കാൻ നടക്കുന്നത്. ഇഷ്ടം പോലുണ്ട്, ഭയങ്കര ടാസ്ക് ആണ്. അതെ പ്രത്യേകിച്ച് നമ്മള് CBSE ആൾക്കാരൊക്കെ ഉണ്ട്, നല്ലോണം കുറെ പഠിക്കുന്നുണ്ട്. എന്തായാലും ശരിക്കും നമ്മൾ ഇന്ന് 3 ആൾക്കാരോടെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ച 4 ആൾക്കാർ. ഒന്ന് ഇവന്റെ ഒന്ന് നമ്മുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. പക്ഷെ ക്ലാസ്മേറ്റ് ജാവിന് വന്നപ്പോൾ ഈ റിപ്പ് നമ്മുടെ കൂടെ ഉള്ളവനില്ലായിരുന്നു. ക്ലാസ്മേറ്റ് എൻ്റെ ആവാൻ പോയപ്പോൾ ഇവ വന്നു. പക്ഷെ ഇവന്റെ അനിയൻ്റെ കൂടെ കളിക്കാന്ന് വെച്ചാൽ ഇവന്റെ അനിയൻ്റെ ഫോൺ, ഇവന്റെ അനിയൻ ഇവന്റെ അമ്മയുടെ ഫോണിലാണ് കളിക്കുന്നത്. പക്ഷെ ഇവന്റെ അമ്മയ്ക്ക് എപ്പോഴും കോൾ വരുന്നതുകൊണ്ട് അങ്ങനെ കളിക്കാൻ പറ്റില്ല. കളിക്കുന്ന ഇടയിൽ അങ്ങ് പോവാൻ വേണ്ടി വരും കോൾ എടുക്കടുത്ത്. അപ്പൊ നമുക്ക് ഇത് കളിയുടെ കാര്യങ്ങളിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് വീഡിയോ സബ് ചെയ്യണം, എനിക്കതാണ് പറയാനുള്ളത്. ഇപ്പൊ ചോദിച്ചു. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഏടന്റെ ചാനൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഏടനിപ്പോ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ടിങ് ഏടന് നല്ല കുറവാണ്. ഞാൻ ഏടന് ചെറുതായിട്ട് മത്സരം വെച്ചു. ഏടൻ അറിഞ്ഞോന്ന് അറിയത്തില്ല. എവിടെ ഒരു ക്രീറ്റ് ഇരിപ്പുണ്ടായിരുന്നു, ക്യാഷ് ക്രീറ്റ്. ഞാനത് നൈസിന് ഏടൻ എന്തായാലും ഓൾമോസ്റ്റ് വാട്ടർ ക്ലീൻ ചെയ്ത് വെച്ചേക്കായിരുന്നു. ഞാൻ അതിന്റെ ബാക്കിയും കൂടെ ക്ലീൻ ചെയ്ത് അത് ക്യാഷ് ഞാൻ എടുത്തു. ഞാൻ കണ്ടായിരുന്നു, ഞാൻ അപ്പൊ തന്നെ എടുത്തു. അല്ല പിന്നെ നമ്മുടെ റിഗൻ ഇടയ്ക്ക് ഇങ്ങനെ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് അവന് ഇടയ്ക്ക് ഇങ്ങനെ നെറ്റ് ഒന്ന് പോവുമായിരിക്കും. ഐസ് ഒന്ന് മനസ്സിലാക്കുക. ഇതെടുത്ത് നമ്മുടെ ചുമ്പോ അവിടെ റിഗന്റെ നെറ്റ് ഒന്ന് പോയത് ലീവായോ? ഞാൻ ആ പാളത്തിനടി കുരുങ്ങിയിരിപ്പുണ്ടായിരുന്നു. ഞാൻ കാരണം നീ ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല, ഗെയിമിൽ ഇവിടെ ഒന്നും കാണുന്നില്ല. നാളെ ഞങ്ങളുടെ കൂട്ടുകാരൻ ആത്മജ് എന്ന് പറയുന്നുണ്ട്. അവന് പറ്റുവാണെങ്കിൽ അവനും വരുമ്പോ നാളെ ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ ലൂപ്പ് മാസ്റ്റർ ഒക്കെ കളിച്ച പുതിയൊരു ഗെയിം ഉണ്ടല്ലോ, എയർപോർട്ട് സെക്യൂരിറ്റി എന്ന് പറയുന്ന ആ ഗെയിം. എയർപോർട്ടിൽ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ആ ഗെയിം നമ്മൾ കളിക്കുന്നതായിരിക്കും. സത്യം പറഞ്ഞ ഞാൻ ഇന്ന് അത് ഇടാന്ന് വിചാരിച്ച, പക്ഷെ ഇന്ന് എടുത്തപ്പോ വല്ലാത്തൊരു രീതിക്കായി പോയി വീഡിയോ. റെക്കോർഡ് ചെയ്തപ്പോ അത് ഒന്നും എന്റെ സെയിം അവസ്ഥയായി. ഞങ്ങള്
ഡിസ്കോഡിലല്ല കോൾ ചെയ്തത്, ഞങ്ങള് കോൾ ചെയ്ത ആപ്പ് മാറിപ്പോയി. ആ വയസ്സ് അങ്ങ് വാട്സപ്പ് കയറിയത് കാൾ ചെയ്ത് പോയി. പിന്നെ എല്ലാവരും ഡിസ്കോഡ് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ ഡിസ്കോഡ് യൂസ് ചെയ്യുക. ഡിസ്കോഡിലാണെങ്കിൽ നമുക്ക് എന്താ പറയാ കോൾ ചെയ്ത് അതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കോഡിൽ കോൾ ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. വാട്സപ്പിലൊക്കെയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഡിസ്കോഡിലൊക്കെയാണ് അതൊക്കെ സിമ്പിൾ ആണ്. അതെ, പക്ഷെ എന്ത് റെക്കോർഡിങ്സ് ഒക്കെ. ഇവന് ഡിസ്കോഡ് ഉണ്ട്, പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇത് ഡിസ്കോഡ്. അതാണ് ഇവന്നെ വീഡിയോ കിട്ടാന്. അല്ലെങ്കിൽ എന്റെ ആപ്പിന്റെ ആണ്, ഞാൻ ഡിസ്കോഡിന്റെ സീനൊന്നും ഇല്ല, എന്റെ ആപ്പിന്റെ കുഴപ്പമാണ്. എനിക്ക് അവിടെ നിന്റെ അടുത്ത് ഇപ്പൊ എത്ര രൂപ ഉണ്ട്? 25. ഞാൻ ഇപ്പൊ എല്ലാം മേടിക്കാൻ പോവാ. നമ്മള് നെക്സ്റ്റ് സ്റ്റേജ് എത്തി, അറിഞ്ഞോ? അതെന്താ ഡ്രെയിന് റോബോട്ട്. അതെ, ഓ നമ്മളടുത്ത് സ്റ്റേജ് എത്താറായി. ഓ എത്തി അവിടെ ഇവിടെ ചെസ്റ്റ് ഉണ്ട്, ഞാൻ കണ്ടില്ല. ഓ പൈസ ഇട്ട് ഞാൻ തുറന്നു. ഈ ഡയമണ്ട് വെച്ച് എന്തു അടക്കിന്? അതെനിക്ക് അറിയത്തില്ല, നോക്കണം. ഞാൻ പുതിയ അൺലോക്ക് ആക്കുന്നു. എന്റെ അടുത്ത് ഇപ്പൊ 108 രൂപയുണ്ട്. ഞാൻ അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അതെ, എന്തായാലും നമുക്ക് ബക്കറ്റും 60 രൂപ ബക്കറ്റും. അവിടെ വള്ളത്ത് മുങ്ങിയാണ് വെള്ളം അടിക്കുന്നത്. അയ്യോ അയ്യോ, ഓക്കെ ഇപ്പൊ നിങ്ങൾ നോക്കി ഒറ്റയടിക്ക് സ്റ്റേജ് മാറാൻ പോകുന്നത്. ഇവിടുന്ന് പൈസ എടുത്തില്ലല്ലോ, ഇവിടുന്ന് പൈസ എടുക്കണം. ഓക്കെ, ഇപ്പത്തോട്ട് സ്റ്റേജ് മാറുന്നതിന് ഞാനിപ്പോ ചത്തുപോയനെ ഗൈസ്. അടുത്ത സ്റ്റേജ് എത്താറായി ഗൈസ്. അമ്മേ അയ്യോ, ചത്തന്നെ. ഇപ്പൊ ഞാൻ എന്നെ പറ്റിയ ഓക്സിജൻ അതിപ്പോ തീരാറായത്. ഓറഞ്ച് ലൈറ്റ് വരെ കത്തിയതാ. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ ഈ വാട്ടർക്ക് കൊണ്ട് സ്വർണ്ണമാക്കാം. നിങ്ങൾക്ക് ഗെയിം തെറപ്പിസ്റ്റ് നൂബിനൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിമൊക്കെ നല്ല കുറിച്ച് അറിയായിരിക്കും. ഈ 250 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ മോഡേ ഉള്ളൂ നമുക്കിതിപ്പോ തീർക്കാം. അതെടുക്ക്. ഇപ്പൊ എന്തായാലും അവിടെ എത്തൂല, അപ്പൊ അതുകൊണ്ട് എടുത്തിട്ട് പോകാം. പൈസ കൂടെ ബക്കറ്റ് ഒക്കെ അടുത്ത സ്ഥലം നമുക്ക് ഇപ്പൊ എത്തൂടാ. അടുത്ത സ്ഥലം നമുക്ക് ഇപ്പൊ എത്തും. ഈ ഓണത്തിന്റെ ക്വാളിറ്റി ഞാൻ അടുത്ത സ്ഥലം എത്തിപ്പിക്കും. അതെ, നെക്സ്റ്റ് ഏരിയ ഗൈസ്. ഇനി നമുക്ക് ഇപ്പൊ കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് ഗോൾ അടിച്ചാൽ മതി. അയ്യോ, ഷാദയുടെ അടുത്ത് വെള്ളത്തിൽ ചാടി. ഒരു കൊമ്പങ്ങ് പോവാ. അതാത് വലിയ ഫൈറ്റ് ചെയ്തില്ല. വെള്ളം കോരാൻ പറ്റുന്നില്ല, വെള്ളത്തിൽ ഇറങ്ങിയാലേ പറ്റുള്ളൂ. ഇവിടെ ചെസ്റ്റ് ഉണ്ട്, കണ്ടാ? നീ തുറന്നോ? ഓക്കെ, റൂമിൽ ബക്കറ്റ് ഞാൻ നേരത്തെ ഒന്ന് മേടിച്ചു, ഇപ്പൊ സെക്കൻഡ് മേടിക്കണം. ഞാൻ ബക്കറ്റാണ് ഞാൻ ശ്രദ്ധിച്ചില്ലടാ. ഇതിനകത്ത് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ല. അത് വെള്ളം അല്ല ശരിക്കും ഡ്രെയിൻ ചെയ്യുന്നേ. നമ്മുടെ ഇതില്ലേ, ഇത് എന്നത് വെള്ളത്തിനകത്തുള്ള കല്ലൊക്കെ ഇല്ല, അതൊക്കെ ഡ്രെയിൻ ചെയ്തെടുക്കുന്നേ. ആ കല്ല് സ്വർണ്ണ സിൽവർ ഒക്കെ ഇല്ല, അതൊക്കെ ഡ്രെയിൻ ചെയ്തെടുക്കുന്നേ. ഇവിടെ പ്രാവ് ഉണ്ടായോണ്ട് സീനായിരിക്കുമല്ലോ. അതിന്റെ ഇടയിലോട്ട് കയറാൻ നോക്കടുത്ത് ഞാൻ വെള്ളത്തിലോട്ട് എടുത്തിട്ടാടി. ഓക്കെ, അടുത്ത ഇപ്പൊ കരി എന്നെ കരിയോടെ ഇത്. അയ്യോ അയ്യോ അയ്യോ, ബേബി എങ്ങനെങ്കിലും ഒന്ന്, പക്ഷെ എന്നാണെന്ന് അറിയത്തില്ല, പക്ഷെ എന്നെങ്കിലും ഒരു നാൾ 100K അടിക്കും. 100K അടിക്കുമ്പോൾ ഏടൻ അവന്റെ ഫേസ് കാണിക്കും. ഫേസ് കാണിക്കുമ്പോ നിങ്ങൾക്ക് ചിരി അടക്കാൻ പറ്റാതെ വരും കേസ്. കാരണം ഇവന്റെ ഫേസ് കാരണം ഞങ്ങളുടെ
ക്ലാസ്സിലുള്ള എല്ലാവരും എല്ലാ പിള്ളേരും ചിരിച്ച് ചിരിച്ച് ഊപ്പാട് ഇളങ്ങിയതാണ്. അമ്മാതിരിയാണ് ഇവന്റെ ഫേസ്. ഇവന്റെ ഫേസ് റിവീൽ വേണമെങ്കിൽ സബ് ചെയ്ത് കയറ്റ ഗൈസ്. അല്ല ഗൈസ് അന്ന് അതെ ഗൈസ്. പക്ഷെ ഒരു ദിവസം ഉണ്ടായിരുന്നു കാണണം, ഞങ്ങള് ഒരു തവണയെങ്കിലും ഒന്ന് കാണണം ഗൈസ്. ഞങ്ങൾ 3ലും 4ലും 5ലാണ് പഠിക്കാനായിട്ട് മ്യൂസിക് സാറുണ്ട്. ആളുടെ പേര് ഞാൻ പറഞ്ഞു. എന്തായാലും മ്യൂസിക് സാറുണ്ടായിരുന്നു. മ്യൂസിക് സാറ് ദിനേശ് സാറ് അന്ന് നമ്മുടെ ക്ലാസ്സിൽ വന്നപ്പോൾ ഞങ്ങള് ദിനേശ് സാർ തന്നെ കൃത്യത്തിന് മുഖത്ത് കാണിച്ചിട്ട് ഞാൻ ചിരിച്ചു പോയി. അപ്പോൾ ഇമ്മാരൊക്കെ ചിരി ഇറക്കി പിടിക്കാൻ നോക്കരുത്, ഇമ്മാർ എൻ്റെ ഫേസ് നോക്കും. അപ്പോൾ ഇമ്മാർക്ക് വീണ്ടും ചിരി വരും ഗൈസ്. ഇന്നായിരുന്നു അന്ന് ഇവനില്ലായിരുന്നു എനിക്കൊന്ന്. അന്ന് ഇതുണ്ടായിരുന്നാ തോന്നുന്നത് അന്ന്. പക്ഷെ നമ്മൾ ഇത്ര കമ്പനി അല്ലായിരുന്നു. അങ്ങനെ എന്റെ മുഖം നോക്കി അല്ലാണ് കടന്നു വെച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ് ആവുന്നത് തന്നെ ഈ ഗെയിമിൽ കൂടെയാണ് ഗൈസ്. അതെ നമ്മള് ഫ്രണ്ട്സ് ആയത്. എനിക്ക് നേരത്തെ ഇത് ഇവന്റെ കൂട്ട് എപ്പോഴും നിന്ന് കളിക്കായിരുന്നു ആദ്യം ഗൈസ്. പക്ഷെ ഇപ്പം എനിക്ക് ഓക്കെ തൊണ്ണൂറാമത്തെ ബക്കറ്റ് വള്ളം മൊത്തത്തിൽ പോവാ. ഈ ഷാർക്ക് എന്താണ് ഒന്നും ചെയ്യത്തില്ല, വല്ലോട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഷാർക്കിന് അല്ലേ? അതെ 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 അണ്ണാക്കിലോട് ചെന്ന് കയറിക്കൊടു. പക്ഷേ അങ്ങനെ വെച്ചാൽ ഇതുമായിട്ടൊന്നും ഷാർക്കൊന്നും ചെയ്തിട്ടില്ല. അതാ ഇപ്പൊ ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അപ്പുറത്തെ വീട്ടിലൊരു അണ്ണം വളർത്തുന്ന, എന്റെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലൊരു അണ്ണം വളർത്തുന്ന ഷാർക്കാണ്. ഇത് ഡേഞ്ചറാടാ. പൈസ അത് നമ്മളങ്ങ് ചെക്ക് പോയിന്റ് 3 ഇരിക്കാന്ന്. ഓ ഇപ്പൊ അടുത്ത സ്ഥലമല്ലേ? നീ എല്ലാം എടുത്തതാടി എന്നെ ചാടിക്കൊണ്ട് നമ്മൾ ഈ വാട്ടർ വേഗം തന്നെ ഡ്രെയിൻ ചെയ്തെടുക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നീയാണോ വീഡിയോ ഇടുന്നത് ഞാനാണോ വീഡിയോ ഇടുന്നത്? സബ്സ്ക്രൈബേഴ്സിനോടൊന്നും മിണ്ടുന്നത് ഞാനോ? ഞാൻ ഗെയിം നിനക്കറിയല്ലോടാ, നമ്മൾ ഗെയിം ഒന്ന് കളിക്കാൻ പിന്നെ ഗെയിമിലിടും, പിന്നെ അങ്ങ് മിണ്ടാൻ മറന്നു. അതായി സോറി ഫ്രണ്ട്സ്. നമ്മുടെ അഞ്ചനെ അറിയാതെ ഞാൻ മൈൻഡ് ഔട്ട് ആയി പോയി. നമ്മുടെ ചാർജ് അങ്ങനെ 4 നമ്മുടെ ചാർജ് ഗൈസ്. ഈ വീഡിയോ തീർച്ചയായും നിങ്ങളെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവൻ നിങ്ങൾ വിചാരിച്ച എന്റെ വീഡിയോ കാണാൻ വരുമ്പോണ്ടല്ലോ, ഇവനാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യത്തില്ല. പിന്നെ എങ്ങനെ ഇവന്റെ വീഡിയോ കാണുന്നു? സോറി ഗൈസ്, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് മറന്നു പോവാ. ഞാൻ വീഡിയോ എടുക്കുന്നതായിരുന്നു. എന്തായാലും നമുക്ക് ഇങ്ങനെ ഞാൻ ചെയ്യത്തില്ല. എന്ത് പറവിത്തിരി കൂടുന്നുണ്ടെന്ന് വെള്ളത്തിന് എന്റെ ടാബിലവിടെ കഴിഞ്ഞ ഇതൊക്കെ അധ്വാനം. ഇത് വെള്ളത്തിൽ ഇറങ്ങി ഷാർക്ക് ഉണ്ടെന്ന് വെച്ചൊരു പേടിയില്ലാതെ കേറി എടുത്ത് എവിടെ ഷാർക്ക്? ഇവിടെ ഷാർക്ക് പൂച്ചക്കുഞ്ഞു പോലും ഇടീനകത്ത്. വെള്ളത്തിലേക്ക് ഞാൻ നമ്മള് വെള്ളം എടുത്തെടുത്ത് ഈ ഓടിച്ചുവിട്ടിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആൾമോസ്റ്റ് നമ്മൾ തന്നെയാണ് ഈ വീഡിയോ. പക്ഷെ വീഡിയോ പോട്ടെ, ആൾമോസ്റ്റ് നമ്മൾ ഈ വെള്ളം ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ തീരാറായിട്ടുണ്ട്. ചെറുക്കനോടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നമ്മ. ഓക്കെ എന്റെ അമ്മ യൂട്യൂബിലിട്ട് ഫേമസ് ആക്കാവടാ. എന്നാ എന്റെ അമ്മയുടെ ഫോൺ കൊടുത്തിട്ട് എന്നാ നിന്റെ അമ്മയുടെ ഫോൺ കൊടുത്തിട്ട് എന്റെ കൂടെ നീ കളിക്കണ്ട, നീ എന്റെ കൂടെ കളിക്കണ്ട, നിന്റെ അമ്മ കളിക്കാറുണ്ട്. ഓക്കെ ഈ സ്ഥലം നമ്മൾ മൊത്തം പറ്റിച്ചെടുത്തിട്ടുണ്ട്. എടാ ഇനി ഇതെന്ത് ലേക്കാണ് സത്യത്തിൽ? എന്ത് ലേക്കാ? എന്തുവാടാ ഫോൺ തപ്പിക്കൊണ്ടൊക്കെയാണോ നമ്മുടെ കൈ പോയക്കത്തില്ലേ?
ഓക്കെ പൈസ പൈസ. ഞാൻ സ്കൈ ഡൈവ് ചെയ്യാൻ പോവാ. സ്കൈ ഡൈവ് എവിടോട്ട്? ഇവിടുന്ന് ചെയ്ത് കഴിഞ്ഞാ പാറക്കകത്ത് വീണ് തല പൊട്ടും. ഏച്ചി നമുക്ക് ഡ്രെയിൻ ഇതൊക്കെ നമ്മളൊന്നും മേടിച്ചില്ലേ ഗൈസ്? ഞാൻ ഇതൊക്കെ ഒന്ന് ഇപ്പഴേ മേടിക്കുന്നു. ഓ നീ ഇതിനകത്തൂടെ ഒക്കെ കേറിയിട്ടല്ലേ? മോളിൽ എനിക്ക് കുറച്ച് പൈസ ക്ലെയിം ചെയ്യാനുണ്ട്. ഞാൻ പോയി ക്ലെയിം ചെയ്തിട്ട് വരട്ടെ. സ്കോപ്പ്. ഓ ഇതിനിപ്പോ പൈസ അയ്യോ എന്താ? ഞാനില്ലേ? ഞാനില്ലേ? ഞാൻ പൊത്തോന്ന് പറഞ്ഞ ഒറ്റടിക്ക് താഴെ വീണ്. ഞാൻ മോളിൽ വരെത്തി. എനിക്ക് അങ്ങനെ മുകളിലോട്ട് വരണം. അവിടെ ഞാൻ കുറച്ച് പൈസ ക്ലെയിം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ചെക്ക് പോയിന്റ് 3 എത്തിയോണ്ട് എനിക്കത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഞാൻ കിടന്ന് പാക്കറിട്ട് പടക്കിട്ട് ചടി പോവാ. ഞാൻ കിടന്ന് എടുത്ത ഇവിടുന്ന് ചാടി കീറിയ പോയി. പൊട്ടനാ നടന്നേ. ഇങ്ങനെ വരാ ഇങ്ങനെ ഇവിടുന്ന് ഈ കപ്പലോട്ട് അടിച്ച് ചാടണം. അതിപ്പോ വെറും 10 റോബൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 250 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഡ്രെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ കൊടുക്കും. എന്റെ പട്ടി കൊടുക്കും 10 റോബൊക്കെ. നമ്മൾ കഷ്ടപ്പെട്ട പറഞ്ഞാ പോരെ വെറുതെ. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊന്നില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് എന്നിട്ടൊന്ന് ചിളിച്ച് കാണിക്കുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുമല്ലേ. ഓക്കെ നമ്മള് ഡ്രെയിൻ ചെയ്തോണ്ടിരിക്കുന്ന. എടാ ഇത് കഴിയുന്നില്ലടാ ഇപ്പഴേ. ഞാൻ വെച്ചപ്പോലെ കഴിയിരിക്കുന്നു. ഇപ്പഴൊന്നും കഴിയുന്ന എനിക്ക് തോന്നുന്നു. ബോസിന്റെ ഉള്ള ഡംബല് ഗൈസ്. നിങ്ങൾ പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യാ നിങ്ങൾ ആരുടെ ഫാനാണ്, മെസ്സി റൊണാൾഡോ? നിങ്ങൾ കമന്റ് ചെയ്യാം. ഞാനിപ്പോ ആ പൈസ കൂടെ മിസ്സാക്കാതിരിക്കാൻ പൈസ ക്ലെയിം ചെയ്യാൻ പോയതാ. ഞാൻ എന്തായാലും റൊണാൾഡോ ആണ് ഗൈസ്. റൊണാൾഡോ സോറി മെസ്സി അല്ലേ. ഓക്കെ 22 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് എനിക്ക് ബക്കറ്റിക്ക് വേണ്ട. ഇവിടെ പോയിട്ട് പഴുത്തുമ്പളെ. ഓക്കെ എന്റെ പോലെ ഇത് എടാ ഇനി എവിടെ വരെ ഉണ്ടോ ഇത്? ഓ ചപ്പല് പൂർണ്ണ ദർശന്റെ അനിയനെ ഏതോ ഒരുത്തൻ അറ്റാക്ക് ചെയ്തുന്നോ? അത് നമ്മുടെ ക്ലാസ്സിലുള്ള ജെനീസ് ഇല്ലേ? ജെനീസയുടെ അനിയത്തില്ലേ അവളാ. ഇനി വെള്ളം ഇല്ലല്ലോ. അല്ല വേറെ ഏതോ ഒരുത്തൻ. അല്ല ഇനി വെള്ളം ഇല്ലല്ലോ. എടുത്ത് താഴോട്ട് ചാടടാ പൊട്ടാ മരമണ്ടാ. നെക്സ്റ്റ് ചെക്ക് പോയിനുള്ള കൈ എടുത്ത് താഴോട്ട് ചാടറാ. എവിടെ? ഞാനെവിടെ? എന്റെ താരയാ. നീ മോളിലാ വെള്ളമില്ലാത്ത എല്ലാം എടുത്ത് താഴോട്ട് ചാട്. എനിക്കിവിടെ താര മൊത്തം പാറയാ. എനിക്കിവിടെ താര മൊത്തം പാറയാ. എന്തോ നീ പറയുന്നേ? എടാ എനിക്ക് ഇവിടെ വെള്ളം ഇവിടുന്നൊക്കെ എടുത്ത് ചാടാൻ വേണം. എനിക്കിവിടെ മൊത്തം പാറ താറയില്ലാത്ത കല്ലാ. എടാ എന്തുവാടാ എല്ലാ ഗെയിമിലും ഞാൻ പോയി ഗ്ലിച്ചാന്നടാ എനിക്ക്. CPM എന്ന് പറയുന്ന ഗെയിം ആർക്കെങ്കിലും അറിയാവോ? അതില് ഗ്ലിച്ചടിച്ചു പറയുന്നു. എന്താ ഗൈസ് നമ്മുടെ മേത്തോട്ടൊക്കെ എന്തോ കളികളാണ് ഗൈസ്. കരപ്പ് കാണിക്കാനാണ് ഗൈസ് തുടങ്ങി വന്നേ. ഞാൻ ഇവിടെ എന്തൊട്ടൊക്കെ പോകും. നമ്മളില്ലേ നമ്മൾ ഈ വെള്ളത്തിലുള്ള അഴുക്കാടാ എടുക്കുന്നത്. ചരക്കൊക്കെ കോർത്തില്ലേ അതുപോലത്തെ പരിപാടിയാ.
ഓക്കെ പാർക്കോർ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഡബിള് ഡബിൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ നിർത്തി ചാടിയാ മതി അവനവിടെ. എനിക്കവിടെ തറ വെട്ടാൻ പാടില്ല. ഞാൻ ഇവിടെ കഴിഞ്ഞിട്ട് പാർക്കോറൊക്കെ ചെയ്ത് എന്നിട്ട് വന്നേ. എന്റെ അടുത്ത് 459 ഉണ്ട്. അല്ല ഇത് എനിക്ക് ഇവിടെ ഇപ്പൊ തീരത്തില്ലടേ. ഇതിപ്പോ തീരത്തില്ലേ? 55 നിക്കടാ. എടാ ഇത് എടാ പറയാ ഇതിപ്പോ ഒന്നും തീരത്തില്ലയോന്ന്. ഇല്ലാന്ന് തോന്നുന്നു. എടാ വീഡിയോയുടെ ആയിക്കൊണ്ടിരിക്കുക. നമുക്കൊരു അടുത്ത ചെക്ക് പോയിന്റ് വരെയും കൂടെ പോവാം കേസ്. അതോടെ കഴിഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കുവാണെന്ന് നിങ്ങൾ പറ. അതെ സിമ്മൊക്കെ ഇത് തന്നെ ഗെയിമേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ബോറടിക്കില്ല. ഞങ്ങൾ ഗെയിമേഴ്സ് ആണ്. വേറെ ആരും നാളെ ഇടാൻ പോകുന്ന ഗെയിം നിങ്ങൾക്ക് ബോറടിക്കുക. നല്ല രസമുള്ള ഗെയിംസ് ഇങ്ങനെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പറഞ്ഞിരുന്നില്ല. നിങ്ങളെ ഞാൻ ഗുമ്മൊന്നും മാറ്റുന്നില്ല. നിങ്ങൾ കണ്ടു അറിഞ്ഞാൽ പക്ഷെ സെറ്റ് ഗെയിമാ. അതിനപ്പം നിങ്ങൾക്ക് വാക്കുമല്ല. സെറ്റ് ഗെയിമാ. എനിക്ക് നിങ്ങൾക്ക് ഗെയിമേഴ്സ് ആയിട്ടുള്ള ലൂപ്പ് മാസ്റ്ററിനൊക്കെ അറിയാമെങ്കിൽ ആർക്കും അത് അറിയാതിരിക്കത്തില്ല. ന്യൂ മാസ്റ്ററൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്രോ ഗെയിമറൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് നാളെ കളിക്കാൻ പറ്റുന്ന ഗെയിം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നാളെ എന്തായാലും പറയത്തില്ല. നിങ്ങൾ ഗസ് അടിക്കുക. നിങ്ങൾ പറ്റിയെങ്കിൽ ഗസ് അടിക്കും. ഞാൻ എന്തായാലും കമന്റ് ബോക്സ് ഉണക്കിയത്തില്ലായിരിക്കും. പിന്നെ ഏടന്റെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് 500 രൂപ ട്രാൻസ്ഫർ ചെയ്ത് തരും. എവിടുന്ന് നമ്മള് കൊച്ചു നമുക്ക് ബാങ്ക് അക്കൗണ്ട് പോലില്ല. പിന്നെ അവിടുത്തെ ഇവിടെ 500 രൂപ ട്രാൻസ്ഫർ. നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളന്ന് പറഞ്ഞിട്ടുള്ള നമ്മള് 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കുമ്പോ ഗീവ് അവേ ആണ്. ഞാൻ ലോബിയിലോട്ട് പോവാണ്. അത് ഈ ഡിസ്കോഡിന്റെ കോൾ ചെയ്യുന്ന സാധനം മണ്ടയ്ക്ക് പോയിരുന്നോണ്ട് എനിക്ക് മറ്റേ സ്വിച്ച് കിട്ടിയില്ല. അത് ഞെക്കുമ്പോഴത്തേക്ക് ഞാൻ ലോബിയിലോട്ട് പോയപ്പോ നമുക്ക് എന്താ വീഡിയോ വൈൻഡപ്പ് ചെയ്യാലോ. സോറി ഗൈസ്, നമ്മൾ ഇത് മൊത്തം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. എന്തായാലും നിങ്ങൾക്ക് ബോറടിക്കുന്നത് എനിക്കും അറിയാം, ഞങ്ങൾക്ക് ബോറടിക്കുന്നത്. സോ നാളെ നമ്മൾ കിടിലക്കാച്ച് വീഡിയോ ഇട്ട് നമ്മൾ നാളെ ഉറപ്പിച്ച നാളെ നമ്മൾ വരുന്നതായിരിക്കും. നാളെ മറ്റന്നാൾ പറ്റുമെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കുന്നതായിരിക്കും ഗൈസ്. എന്തായാലും അടുത്ത പുതിയ വീഡിയോ ബൈ ഗൈസ്. സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ എല്ലാം അടിച്ചിട്ടുണ്ട്. കളിക്കണ്ട, ഇതെന്തായാലും ബോറടിച്ച് കാണും. അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. അതെ ഗൈസ്, ഗുഡ് നൈറ്റ്. നിങ്ങളിത് രാത്രിയായിരിക്കും, പക്ഷെ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന രാത്രിയല്ലേ ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഗുഡ് നൈറ്റ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഗുഡ് മോർണിംഗ് ആയിരിക്കും, ഗുഡ് ഈവനിങ് ആയിരിക്കും, ഗുഡ് ആഫ്റ്റർനൂൺ ആയിരിക്കും. അതുകൊണ്ട് നമുക്കൊന്നും അറിയണ്ട. ബൈ ബൈ ഗൈസ്.